ഏകദേശം 7 മലയാള ചിത്രങ്ങളാണ് ഇന്ന് ഓൺലൈൻ വഴി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രം ഷൈജു കുറുപ്പ്, സുരേഷ് കൃഷ്ണ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലാസ്ക് എന്നൊരു ചെറിയൊരു മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ഇന്ന് മുതൽ മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഉണ്ണി മുകുന്ദൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള കാതികൻ എന്നൊരു മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രവും മനോരമ മാക്സിലൂടെ ഓണം സ്പെഷ്യലായിട്ട് ഇന്ന് മുതൽ, അതായത് സെപ്റ്റംബർ 4 മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെ ഇന്ന് മുതൽ പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള മറ്റൊരു ചെറിയ മലയാള ചിത്രമാണ് പോലീസ് ഡേ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ചിത്രം, നമ്മുടെ ലാലേട്ടന് ഒരുപാട് നല്ല നല്ല മലയാള സിനിമകളൊക്കെ ഈ വർഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടനെ തെലുങ്കിലേക്ക് കൊണ്ടുപോയി കോമാളിയാക്കി മാറ്റിയ ഒരു ചിത്രമാണ് കണ്ണപ്പ. ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടനെ കൂടാതെ ബോളിവുഡിൽ നിന്ന് അക്ഷയ് കുമാർ, പിന്നെ നമ്മുടെ പ്രഭാസ്, അങ്ങനെ ഒരുപാട് വൻ താരനിര തന്നെ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന് വളരെ മോശം റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബർ 4, അതായത് ഇന്ന് മുതൽ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്ത് തുടങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അടുത്തത് നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ആസിഫ് അലിയുടെ സർക്കിട്ട് എന്നൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ആസിഫ് അലിയുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും മികച്ച ചിത്രങ്ങളാണ്. ആ ലിസ്റ്റിൽ അവസാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ചിത്രമാണ് സർക്കിട്ട്. അപ്പോൾ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ ഈ ഓണം സ്പെഷ്യലായിട്ട് പ്രീമിയർ ചെയ്യും എന്ന് നമ്മൾ മുമ്പുള്ള വീഡിയോകളിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതുപോലെ തന്നെ ഇപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ ഓണം സ്പെഷ്യലായിട്ട് തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. കൂടുതലും സെപ്റ്റംബർ 5, അതായത് ഇന്ന് രാത്രിയോടുകൂടി ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1 വർഷം മുമ്പ് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു മലയാള ചിത്രമാണ് മഞ്ജു വാര്യരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഫൂട്ടേജ് എന്ന ചിത്രം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് സൺനെസ്റ്റ് ആണ്. അപ്പോൾ സൺനെസ്റ്റ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രവും ഈ ഓണം സ്പെഷ്യലായിട്ട് സെപ്റ്റംബർ 5, അതായത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലിസ്റ്റിലെ 7ാമത്തെ ചിത്രം സൂ ഫ്രം സോ എന്നൊരു കന്നഡ മൂവിയാണ്. ഈ വർഷം കന്നഡയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു മികച്ച ഹൊറർ കോമഡി മൂവി കൂടിയാണിത്. ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ നിന്ന് പോലും ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഹൊറർ കോമഡി മൂവീസൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഏറ്റവും അധികം ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രവും ഇന്ന് രാത്രി, അതായത് സെപ്റ്റംബർ 5 മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അടുത്തത് മീശ എന്നൊരു ചെറിയൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 12 പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. 9ാമത്തേത് ലോകേഷ് കനകരാജിൻ്റെ ഡയറക്ഷനിൽ രജനീകാന്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ അവസാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കൂലി എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നെല്ലാം വലിയൊരു കളക്ഷൻ തന്നെ നേടിയെടുക്കാനായിട്ട് അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും തിയേറ്ററുകളിൽ നിന്ന് പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ആമസോൺ പ്രൈം ആണ്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 11 അല്ലെങ്കിൽ 12 ആയിട്ട് ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം, ഇപ്പോൾ ഏറ്റവും അധികം പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന സുമതി വളവ് എന്ന മലയാള ചിത്രമാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവി കൂടിയാണ്. ഈ ഒരു ചിത്രത്തിന് അന്ന് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ C5 ആണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും C5ലൂടെ ഈ ഒരു ചിത്രം ഈ സെപ്റ്റംബർ മാസം തന്നെ ഓണത്തിന് ശേഷം വരുന്ന ആഴ്ചകളിലായിട്ട് പ്രീമിയർ ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.